നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ടെന്ന് എപ്പോഴും നമ്മുടെ പല ആശാന്മാരും പറയാറുണ്ട്. ഇതിനുള്ളൊരു കാരണം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ വർക്ക്ഷോപ്പിലെ ക്യാഷ് ഫ്ലോ അത് റെഡി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ഒരാൾ വണ്ടി കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോൾ ഇത്ര എമൗണ്ട് ആക്കാൻ അയാളോട് പറയും. അതിനുശേഷം നമ്മൾ അതിന് വേണ്ട പണിക്കുള്ള കാര്യങ്ങളും എല്ലാം സ്പെയറും അറേഞ്ച് ചെയ്യും. ഇവരുടെ നിന്ന് ഒരു പക്ഷേ കുറച്ച് വാങ്ങിക്കും, ചിലപ്പോൾ ഒന്നും മേടിക്കില്ല. പക്ഷേ പല സാഹചര്യങ്ങളും പല കസ്റ്റമേഴ്സിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകും. അയാൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ പണം തരാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ ബുദ്ധിമുട്ട്. ഞാൻ പറയുന്നത് നമ്മളൊരു ബിസിനസ്സാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും രണ്ട് സ്ഥാപനങ്ങളെ നമ്മളത് എക്സാംപ്ലിഫൈ ചെയ്യണം. ഒന്ന് ബാങ്ക്, രണ്ട് ഹോസ്പിറ്റൽ. നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കാറിന് അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണോ പേയ്മെൻറ്റുകൾ നടക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതേപോലെ നിങ്ങളത് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കണം. അതേപോലെ ബാങ്ക്, നിങ്ങൾ ആരോട് ചെന്നാലും ബാങ്ക് പൈസ എടുത്ത് കൊടുക്കത്തില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അയാൾക്കത് ഏറ്റവും ആവശ്യമുണ്ടെന്നും ആ പൈസ അതിന് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമുക്ക് തിരിച്ചു തരുമെന്നും നമുക്ക് ഉറപ്പാക്കണം. ഇതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വണ്ടി അടുത്തൊരു വർക്കിന് കയറ്റിയപ്പോൾ ആ ആശാൻ അവിടെ തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പുള്ളി എനിക്കൊരു എസ്റ്റിമേറ്റ് തരികയോ എന്തെങ്കിലും എമൗണ്ട് ചോദിക്കുമോ ഒന്നും ഒരു ഡിമാൻഡിങ്ങും ഇല്ല. പുള്ളി പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ചോദിക്കുമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഇതായി പോയി കഴിഞ്ഞാൽ ഈ പൈസ പുള്ളിക്ക് കിട്ടുന്ന പുള്ളിക്ക് ഒരു ഉറപ്പുണ്ടോ?